Hi all, welcome back to another class. ഹൈഡ്രജൻ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1-ൽ എന്താണ് ഹൈഡ്രജൻ, ഹൈഡ്രജൻ്റെ പൊസിഷൻ, അതുപോലെ തന്നെ അതിൻ്റെ പ്രിപ്പറേഷനും പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് ഹൈഡ്രജനെ ഡൈഹൈഡ്രജൻ എന്ന പേരിലാണ് അറിയപ്പെടുക എന്ന് നമ്മൾ പറഞ്ഞു. ഡൈഹൈഡ്രജൻ്റെ പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ പ്രോപ്പർട്ടീസും നോക്കാം. ഫസ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഡൈഹൈഡ്രജൻ കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ് ആൻഡ് കമ്പസ്റ്റിബിൾ ഗ്യാസ്. ഇറ്റ് ഈസ് ലൈറ്റർ ദാൻ എയർ. ഇറ്റ് ഈസ് ഇൻസാൾബിൾ ഇൻ വാട്ടർ. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള പോയിൻ്റാണ്. കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഒന്നാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് റിയാക്ഷൻ വിത്ത് ഹാലോജൻസ്. ഹാലോജനുമായുള്ള റിയാക്ഷൻസ്. ഡൈഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഹാലോജൻ ടു ഗീവ് ഹൈഡ്രജൻ ഹാലൈഡ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് അത് ബാക്കിയുള്ള എലമെൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഹാലോജൻസുമായിട്ട് ഡൈഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഹാലൈഡ്സ് ഫോം ചെയ്യും. ഞാനൊരു ജനറൽ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഹാലോജൻ. ഹാലോജൻസിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് എക്സ്. H2+X2. ഹാലോജൻസും ഡയറ്റോമിക് ആണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു. H2+X2 റിയാക്ട് ചെയ്താൽ ടു ഫോം HX, ഹൈഡ്രജൻ ഹാലൈഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹാലോജൻസിന് എക്സാമ്പിളാണ് ക്ലോറിൻ, ഫ്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ഇതൊക്കെ ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ്റെ ഹാലൈഡ് ഫോം ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ക്ലോറിനുമായി റിയാക്ട് ചെയ്താൽ HCl ഫോം ചെയ്യുന്നു. ഫ്ലൂറിനുമായി റിയാക്ട് ചെയ്താൽ HF ഫോം ചെയ്യുന്നു. ബ്രോമിനുമായി റിയാക്ട് ചെയ്താൽ HBr. അയോഡിനുമായി റിയാക്ട് ചെയ്താൽ HI. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കുക. ഹൈഡ്രജൻ ഹലോജനുമായി റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഹാലൈഡ് ഫോം ചെയ്യുന്നു. രണ്ടാമത്തെ റിയാക്ഷൻ, റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. ഡയോക്സിജനുമായി റിയാക്ട് ചെയ്താൽ ഡൈഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഡയോക്സിജൻ ടു ഫോം വാട്ടർ. എല്ലാവർക്കും അറിയുന്ന റിയാക്ഷനാണ്. ഡൈഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഡയോക്സിജൻ 2H2+O2 gives 2H2O. അടുത്ത റിയാക്ഷൻ വിത്ത് ഡൈനൈട്രജൻ. ഡൈഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഡൈനൈട്രജൻ ടു ഫോം അമോണിയ. നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് അമോണിയ ഫോം ചെയ്യുന്നു. ഈ റിയാക്ഷനും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ 10th പഠിച്ചിട്ടുണ്ടാവും. ഹേബർ പ്രോസസ്സ്, അമോണിയ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഹേബർ പ്രോസസ്സ്. നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു? അമോണിയ ഫോം ചെയ്യുന്നു. അടുത്ത റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. ഇത് മെനി മെറ്റൽസ് ഡൈഹൈഡ്രജൻ കമ്പൈൻസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ടു ഗീവ് കറസ്പോണ്ടിങ് ഹൈഡ്രൈഡ്. മെറ്റലുമായി ഹൈഡ്രജൻ റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ H2+2M, മെറ്റലിനെ M എന്ന് റെപ്രസെൻ്റ് ചെയ്തതാണ്. H2 ഹൈഡ്രജൻ മെറ്റലുമായി റിയാക്ട് ചെയ്ത് ഏത് മെറ്റലാണോ ആ മെറ്റലിൻ്റെ ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നു, MH. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൈഡ്രജന് സോഡിയവുമായി റിയാക്ട് ചെയ്താൽ സോഡിയം ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഹൈഡ്രജൻ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ ആ മെറ്റലിൻ്റെ ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നു. നെക്സ്റ്റ്, റിയാക്ഷൻ വിത്ത് മെറ്റൽ അയൺസ് ആൻഡ് മെറ്റൽ ഓക്സൈഡ്. ഡൈഹൈഡ്രജൻ മെറ്റൽ അയൺസുമായിട്ടും മെറ്റൽ ഓക്സൈഡ്സുമായിട്ടും റിയാക്ട് ചെയ്യും. ഡൈഹൈഡ്രജൻ റെഡ്യൂസസ് സം മെറ്റൽ അയൺസ് ഇൻ aqueous solution to giving corresponding metal. ഡൈഹൈഡ്രജൻ മെറ്റൽ അയൺസിനെ അതിൻ്റെ aqueous സൊല്യൂഷനിൽ, മെറ്റൽ അയൺസിനെ aqueous സൊല്യൂഷനിൽ ഡൈഹൈഡ്രജൻ അത് റെഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് മെറ്റലാകുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ Pd2+, ലെഡിൻ്റെ അയേനെ aqueous സൊല്യൂഷനിൽ എടുത്താൽ അത് ഡൈഹൈഡ്രജനുമായി റിയാക്ട് ചെയ്ത് അവിടെ റെഡ്യൂസ് ചെയ്ത് Pd2+ എന്നുള്ളത് അതിൻ്റെ മെറ്റൽ Pd ആയി മാറുന്നു. അപ്പോൾ ഡൈഹൈഡ്രജൻ reduces some metal ions in aqueous solution.
മെറ്റൽ അയൻസിനെ aqueous സൊല്യൂഷനിൽ റെഡ്യൂസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് മെറ്റലാവുന്നു. അതിന് എക്സാമ്പിളാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൈഹൈഡ്രജൻ ഓക്സൈഡ്സിനെ മെറ്റൽ ഓക്സൈഡ്സിനെ റെഡ്യൂസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് മെറ്റൽസ് ആക്കുന്നു. കറസ്പോണ്ടിങ് മെറ്റൽസ് ആവും. WO3 മെറ്റൽ ഓക്സൈഡ് ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്തിട്ട്, ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്, മിസ്റ്റേക്കാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. WO3 + 3H2 gives W + 3H2O. അതായത് കറസ്പോണ്ടിങ് മെറ്റൽ ഓക്സൈഡിനെ ജനറലി WO3 എന്നെടുത്തതാണ്. ആ WO3 എന്തായി മാറുന്നു? കറസ്പോണ്ടിങ് മെറ്റൽ ആവുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ CuO റിയാക്ട് വിത്ത് ഹൈഡ്രജൻ to give Cu + H2O. Cu + H2O ഇവിടെ gives നോട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് റിയാക്ഷൻ വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഹൈഡ്രോജിനേഷൻ. റിയാക്ഷൻ വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഇതിന് പറയുന്ന പേരാണ് ഹൈഡ്രോജിനേഷൻ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ കമ്പൈൻ directly with hydrogen to produce saturated hydrocarbon. ഇതിന് പറയുന്ന പേരാണ് ഹൈഡ്രോജിനേഷൻ. ഇത്രയും പറഞ്ഞ് നമ്മൾ കുറേ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഇതുവരെ പറഞ്ഞ പ്രോപ്പർട്ടീസൊക്കെ സിമ്പിളായിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. നിങ്ങൾക്ക് അറിയുന്ന റിയാക്ഷൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. പ്രോപ്പർട്ടീസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന പോർഷനാണ് ഇത്. ഓക്കെ, ഓരോ പോർഷൻ എടുക്കുന്നതുമ്പോഴും എനിക്ക് അതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നുണ്ട്. പ്രോപ്പർട്ടീസിൽ നിന്ന് മുന്നേ പറഞ്ഞ പ്രോപ്പർട്ടീസിൻ്റെയിലേറൊക്കെ പിന്നെ പറഞ്ഞ പ്രോപ്പർട്ടീസൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണെന്നു ഈ പ്രോപ്പർട്ടി ക്വസ്റ്റ്യൻ വരാൻ. അതായത് ഹൈഡ്രോജിനേഷൻ. എന്താണ് ഹൈഡ്രോജിനേഷൻ? ഡൈഹൈഡ്രജൻ റിയാക്ട് വിത്ത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. എന്താ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടും സാച്ചുറേറ്റഡും? അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടഡ് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ടിനെയാണ് അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണിലേക്ക് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുമ്പോൾ അത് എന്തായി മാറുന്നു? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണായി മാറുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോജിനേഷൻ എന്ന് പറയുന്നത്. നോക്കൂ, ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണാണ്, ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടാണ് അല്ലേ? ഇതിലേക്ക് ഹൈഡ്രജൻ പാസ് ചെയ്യും ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ അറ്റ് 470 കെൽവിനിൽ. ഈ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്തായി മാറുന്നു? സാച്ചുറേറ്റഡ് കോമ്പൗണ്ടായി മാറുന്നു. ഇവിടെ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണ് എടുത്ത്, ഇവിടെ എന്താണ്? ട്രിപ്പിൾ ബോണ്ട്. ഇവിടെ ആൽക്കീനാണ് എടുത്തത്, ഇവിടെ ആൽക്കൈനാണ് എടുത്തത്. അപ്പോൾ അതെന്തായി മാറി? കറസ്പോണ്ടിങ് എന്തായി മാറി? ഹൈഡ്രോകാർബണായി മാറി. നോക്കൂ, വെൻ ഹൈഡ്രജൻ ഗ്യാസ് ഈസ് bubbled through vegetable oil in presence of finally divided nickel at about 470 Kelvin, they are converted to solid fat known as vanaspati. This reaction is called hydrogenation of hardening of oil. ഈ ഒരു പോർഷനാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. എന്താണ് ഹൈഡ്രോജിനേഷൻ ഓഫ് ഓയിൽ എന്ന് പറയുന്നത്? അതായത് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാനിവിടെ കാണിച്ചിട്ടുള്ള ഡാൽഡ, ഇങ്ങനെ പല പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. എന്താണ് ഈ ഡാൽഡ എന്ന് പറയുന്ന സംഗതി? ഹൈഡ്രജൻ ഗ്യാസിനെ എന്തിലൂടെ പാസ് ചെയ്യുന്നു? വെജിറ്റബിൾ ഓയിലിലൂടെ പാസ് ചെയ്യുന്നു. എന്തിൻ്റെ പ്രസൻസിൽ? അത് ഫൈനലി ഡിവൈഡഡ് നിക്കലിൻ്റെ പ്രസൻസിൽ അറ്റ് എബൌട്ട് 470 കെൽവിനിൽ പാസ് ചെയ്യുമ്പോൾ ദേ ആർ കൺവേർട്ടഡ് ടു സോളിഡ് ഫാറ്റ്. അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? സോളിഡ് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. വനസ്പതി, ഡാൽഡ ഇങ്ങനെയൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്നു. ഈ റിയാക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്?
hydrogenation or hardening of oil. ഓക്കെ, ഇതാണ് ജനറൽ ഒരു നമ്മുടെ ഫാക്ടറിയിലുള്ള ഒരു പ്രോസസ്സ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്ന കെമിസ്ട്രി എന്നുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. എന്ത് വെജിറ്റബിൾ ഓയിലിന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിലിൻ്റെ കേസിൽ എന്താണ് അവിടെ ഇപ്പോൾ ഡാൽഡ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് പ്രിപ്പയർഡ് ഫ്രം വെജിറ്റബിൾ ഓയിൽ, റൈറ്റ് ദ സയൻസ് ബിഹൈൻഡ് ഇൻ ഇറ്റ് എന്ന് പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ സയൻസ്? ഡാൽഡ പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണ്? ഡാൽഡ ഈസ് പ്രിപ്പയർഡ് ബൈ പാസിംഗ് ഹൈഡ്രജൻ ത്രൂ വെജിറ്റബിൾ ഓയിൽ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ. അപ്പോൾ അവിടെ എന്താണ് അവിടെ കെമിസ്ട്രി എന്ന് പറയുന്നത്? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ടേക്ക് പ്ലേസ് അറ്റ് സി ഡബിൾ ബോണ്ട് സി ഓഫ് ദി ഓയിൽ. വെജിറ്റബിൾ ഓയിലുള്ള സി ഡബിൾ ബോണ്ട് സിയിൽ ഹൈഡ്രജൻ്റെ അഡീഷൻ നടന്നിട്ട് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓയില് കൺവേർട്ടഡ് ഇൻ ടു സാച്ചുറേറ്റഡ് വെജിറ്റബിൾ ഗീ സച്ച് ആസ് ഡാൽഡ. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ പാസ് ചെയ്യുമ്പോൾ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ഓയില് കൺവേർട്ട് ചെയ്തിട്ട് എന്തായി മാറുന്നു? സാച്ചുറേറ്റഡ് ആയിട്ടുള്ള വനസ്പതി അല്ലെങ്കിൽ ഡാൽഡ ആയിട്ട് മാറുന്നു. ഓക്കെ, ഇപ്പോൾ പ്രോപ്പർട്ടീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഹൈഡ്രോജിനേഷൻ. നന്നായി പഠിക്കുക. ഹൈഡ്രജൻ ഈസ് പാസ്ഡ് അക്രോസ് ദി unsaturated hydrocarbon in presence of nickel at 470 Kelvin. Unsaturated hydrocarbon എന്തായി മാറുന്നു? സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബണായി മാറുന്നു. ഓക്കെ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോജിനേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തത് ഹൈഡ്രോഫോമൈലേഷൻ. എന്താണ് ഹൈഡ്രോഫോമൈലേഷൻ? അതായത് ആൽക്കീൻ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ആൻഡ് കാർബൺ മോണോക്സൈഡ്. ആൽക്കീന് നോക്കൂ, ആൽക്കീൻ ഒരു ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്. ആൽക്കീൻ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ആൻഡ് കാർബൺ മോണോക്സൈഡ്. ഹൈഡ്രജനുമായും കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് ഫോം ചെയ്യുന്നു? ആൽഡിഹൈഡ്. RCH2 CH2 CHO CHO ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? CHO ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൽഡിഹൈഡ് ഗ്രൂപ്പാണെന്ന് 10th നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട് കെമിസ്ട്രിയിൽ. ആൽഡിഹൈഡായി മാറുന്നു. ഈ ആൽഡിഹൈഡിന് പിന്നെയും റിഡക്ഷൻ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ റിഡക്ഷൻ നടന്നിട്ട് എന്തായി മാറുന്നു? ആൽക്കഹോളായി മാറുന്നു. RCH2 CH2 CH2 OH ആൽക്കഹോളിക് ഗ്രൂപ്പ്. ഈ റിയാക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോഫോർമൈലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ടെക്സ്റ്റിൽ പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതാണ്. എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും മനസ്സിലാക്കി വെക്കുക. ആൽക്കീന് ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജനും അതുപോലെ കാർബൺ മോണോക്സൈഡുമായിട്ട് ആദ്യം റിയാക്ട് ചെയ്യുമ്പോൾ ആൽഡിഹൈഡ് ആവുന്നു. ആൽഡിഹൈഡിന് പിന്നെ റെഡ്യൂസ് ചെയ്തിട്ട് എന്തായി മാറുന്നു? ആൽക്കഹോളായി മാറുന്നു. ഈ റിയാക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോഫോർമൈലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് യൂസസ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ യൂസസ് എന്തൊക്കെയാണ്? അപ്പോൾ ഹൈഡ്രജൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഹൈഡ്രജൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് പറഞ്ഞു. ഹൈഡ്രജൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു. ഹൈഡ്രജൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ലാസ്റ്റ് ഹൈഡ്രജൻ്റെ യൂസസ് ആണ് ഇനി പറയുന്നത്. എന്താ? പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രോജിനേഷൻ ഓഫ് ഓയിൽ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂസ് ആണല്ലേ ഹൈഡ്രോജിനേഷൻ ഓഫ് ഓയിൽ ടു മേക്ക് വനസ്പതി. ഹൈഡ്രജൻ എന്തിനു ഉപയോഗിക്കുന്നു? ഓയിലിനെ ഹൈഡ്രോജിനേഷൻ നടത്താൻ. എന്തുണ്ടാക്കാൻ വേണ്ടി? വനസ്പതി ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഡാൽഡ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അല്ലേ. രണ്ടാമത്തത് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സിന്തറ്റിക് പെട്രോൾ ഫ്രം കോളിന്ന് പെട്രോൾ സിന്തസിസ് നടത്താൻ വേണ്ടി. ഇൻ ദ മാനുഫാക്ചർ ഓഫ് അമോണിയ ബൈ ഹാബർ പ്രോസസ്സിൽ ഉപയോഗിക്കുന്നു. ഇൻ ദ മാനുഫാക്ചർ ഓഫ് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രിപ്പയർ ചെയ്യാൻ. നിങ്ങൾ കണ്ടു നേരത്തെ റിയാക്ഷനിൽ ഹാലോജനുമായി റിയാക്ട് ചെയ്യുമ്പോൾ HCl പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഓക്സിഹൈഡ്രജൻ ഫ്ലെയിം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അതെന്തിനാണ് ഈ ഓക്സിഹൈഡ്രജൻ ഫ്ലെയിം ഉപയോഗിക്കുന്നത്? കട്ടിങ് ആൻഡ് വെൽഡിങ് പർപ്പസിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വെൽഡിങ് പർപ്പസിൽ ഒരു ടോർച്ച് കണ്ടിട്ടുണ്ടാവും അല്ലേ? അവിടെ ഓക്സിഹൈഡ്രജൻ ഫ്ലെയിമിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി
ഒരു ഫ്ലെയിം വരുന്നത് കണ്ടുണ്ടാവും, അവിടെ യൂസ് ചെയ്യുന്നു. ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഓർഗാനിക് കെമിക്കൽ പർട്ടിക്കുലറി മെത്തനോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഇൻ ദ മാനുഫാക്ചർ ഓഫ് മെറ്റൽ ഹൈഡ്രൈഡ്സ് പ്രിപ്പയർ ചെയ്യാൻ ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ആസ് എ റോക്കറ്റ് ഫ്യൂവൽ. റോക്കറ്റിൻ്റെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നു വിത്ത് ലിക്വിഡ് ഓക്സിജൻ. ലിക്വിഡ് ഓക്സിജൻ്റെ കൂടെ ലിക്വിഡ് ഹൈഡ്രജൻ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? റോക്കറ്റ് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. യൂസസ് വായിക്കുക, എക്സാമിന് ചോദിക്കാം. ഒരു 3-4 പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഓർമ്മയിൽ വേണം. ഓക്കെ, നെക്സ്റ്റ് കോമ്പൗണ്ട്സ് ഓഫ് ഹൈഡ്രജൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈഡ്രജൻ്റെ കോമ്പൗണ്ടുകളാണ്. ഹൈഡ്രജൻ്റെ കോമ്പൗണ്ട് ഒന്നാമതായിട്ട് പഠിക്കുന്നത് ഹൈഡ്രൈഡ്സിനെ കുറിച്ചാണ്. ഹൈഡ്രൈഡ്സ് dihydrogen under certain condition combine with almost all elements except noble gas to form binary compounds called hydrides. Dihydrogen under certain condition combine with almost all elements except noble gas. എന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ബൈനറി കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. ആ ബൈനറി കോമ്പൗണ്ട്സിന് പറയുന്ന പേരാണെന്ത്? ഹൈഡ്രൈഡ്സ്. എന്താ പേര്? ഹൈഡ്രൈഡ്സ് എന്ന്. ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് EHX എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, എക്സാമ്പിൾ NaH, CaH2, MgH2, B2H6 ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഹൈഡ്രൈഡ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഹൈഡ്രൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജൻ്റെ ബൈനറി കോമ്പൗണ്ടാണ്. അതർ എലമെൻറ്റുമായിട്ട് കൂടിച്ചേർന്ന ഹൈഡ്രജൻ എന്തുണ്ടാക്കുന്നതിനെയാണ്? ബൈനറി കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത്. എക്സെപ്റ്റ് ഏത് ഗ്യാസ് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല? നോബിൾ ഗ്യാസുമായിട്ടില്ല. ഇനി നോക്കാം ഹൈഡ്രൈഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, ഹൈഡ്രൈഡ്സിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ടൈപ്പ് അയോണിക് ഓർ സലൈൻ ഓർ സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്. 3 പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഫസ്റ്റ് ഹൈഡ്രൈഡ് സലൈൻ, അയോണിക് ഓർ സോൾട്ട് ലൈക്ക് ഹൈഡ്രൈഡ്. ബൈനറി കോമ്പൗണ്ട് ഓഫ് നമ്മൾ പറഞ്ഞു ഹൈഡ്രൈഡ്സ് എന്ന് പറഞ്ഞാൽ ഡൈഹൈഡ്രജൻ്റെ ബൈനറി കോമ്പൗണ്ട് ആണെന്ന് പറഞ്ഞു. മോസ്റ്റ് ഓഫ് ദി എഫ് ബ്ലോക്ക് എലമെൻറ്റ് ആരുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ്? എഫ് ബ്ലോക്ക് എലമെൻറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ്. ബൈനറി കോമ്പൗണ്ട് ഓഫ് ഡൈഹൈഡ്രജൻ ഫോംഡ് വിത്ത് മോസ്റ്റ് ഓഫ് ദി എഫ് ബ്ലോക്ക് എലമെൻറ്റ് വിച്ച് ആർ ഹൈലി ഇലക്ട്രോപോസിറ്റീവ് ഇൻ ക്യാരക്ടർ. അപ്പം നിങ്ങളും ഓർക്കേണ്ടത് സലൈൻ ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഏത് എലമെൻസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന ബൈനറി കോമ്പൗണ്ടാണ്? ഹൈഡ്രജനും എഫ് ബ്ലോക്ക് എലമെൻറ്റും. The ionic hydride are crystalline, non-volatile and non-conducting in the solid state. Ionic hydride crystalline ആണ്, non-volatile ആണ്, അതുപോലെ തന്നെ non-conducting ആണ്. Non-conducting in the solid state. Solid സ്റ്റേറ്റിൽ non-conducting ആണ്. കറണ്ടിനെ എന്താ non-conducting എന്ന് പറഞ്ഞാൽ? കറണ്ടിനെ പാസ് ചെയ്യില്ല. എന്നാൽ നിങ്ങൾക്കറിയാം മോൾട്ടൺ സ്റ്റേറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണ്? അയോണിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഓർക്കേണ്ട കാര്യം അയോണിക് ഹൈഡ്രൈഡ് പറഞ്ഞാൽ ഹൈഡ്രജൻ ആരുമായി കമ്പൈൻ ചെയ്തിട്ടാണ്? എസ് ബ്ലോക്ക് എലമെൻറ്റുമായിട്ടാണ്. ഓക്കെ, ഇനി കോവാലന്റ് ഹൈഡ്രൈഡ്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്ക് ഇത് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് അയോണിക്കും കോവാലൻറ്റും മെറ്റാലിക് ഹൈഡ്രൈഡും എന്ത് തരും? ഒന്നിച്ച് എക്സാമ്പിൾ തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ NaH, LiH, CH4, NH3 അതുപോലെ തന്നെ എല്ലാ ഹൈഡ്രൈഡും കൂടി മിക്സ് ചെയ്തിട്ട് തന്നിട്ട് ഞങ്ങളോട് പറയും ക്ലാസിഫൈ ദം ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹൈഡ്രൈഡ് എന്ന് പറയും. അപ്പോൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക, സലൈൻ ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർത്ത് വെക്കുക. ഏത് എലമെൻ്റാണ് ഹൈഡ്രജനുമായിട്ടുണ്ടാവുക? എസ് ബ്ലോക്ക് എലമെൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല, എക്സാമ്പിൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഹൈഡ്രജനുമായിട്ട് ഏത് ബ്ലോക്ക് എലമെൻറ്റ്? എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് നിങ്ങൾക്ക് അറിയാലോ.
ഹൈഡ്രജനുമായി എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് ഏത് ഹൈഡ്രൈഡ് ആണെന്ന് ഓർക്കുക, സലൈൻ ഹൈഡ്രൈഡ്. ഇനി കോവാലന്റ് നോക്കൂ, ബൈനറി കോമ്പൗണ്ട് ഓഫ് ഡൈഹൈഡ്രജൻ ഫോംഡ് വിത്ത് മോസ്റ്റ് ഓഫ് ദി ഏത് എലമെന്റ് ആണ്, പി ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, they are generally soft and have low melting and boiling point. Low melting and boiling point. They are poor conductors of electricity. They are soluble in organic solvent. ഈ പോയിന്റ്സ് ഒന്നും ജസ്റ്റ് വായിക്കുക. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്, ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ഡൈഹൈഡ്രജൻ ഫോംഡ് വിത്ത് മോസ്റ്റ് ഓഫ് ദി ഏത് എലമെന്റ് ആണെന്ന് ഓർക്കുക, ഏത് എലമെന്റ് ആണ്, പി ബ്ലോക്ക് എലമെന്റ് ആണ്. എക്സാമ്പിൾ CH4, NH3, H2O, HF ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, കോവാലന്റ് ഹൈഡ്രൈഡിന് എക്സാമ്പിളാണ്. അപ്പോൾ അയോണിക് ഹൈഡ്രൈഡ് അല്ലെങ്കിൽ സലൈൻ ഹൈഡ്രൈഡ് എസ് ബ്ലോക്ക് ആണ്, കോവാലന്റ് ഏതായിരുന്നു, പി ബ്ലോക്ക് ആണ്. ഇനി കോവാലന്റ് ഹൈഡ്രൈഡിനെ 3 ടൈപ്പാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്, ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്, ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്, these hydrides have too few electron for writing its conventional Lewis structure. These hydrides have too few electron for writing its conventional Lewis structure. എന്താ അങ്ങനെ പറഞ്ഞാൽ, the hydrides of group 13, ഞങ്ങളോട് ഞാൻ പറഞ്ഞു പി ബ്ലോക്ക് എലമെന്റ്സ് ആണ് ഏതെന്ന് പറഞ്ഞു, കോവാലന്റ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഗ്രൂപ്പ് 13 എലമെന്റ്സ്, ഇപ്പോൾ എക്സാമ്പിൾ B2H6 ഗ്രൂപ്പ് 13 എലമെന്റ്സിന് എക്സാമ്പിളാണ് ഉള്ള ഒരു ഹൈഡ്രൈഡിന് എക്സാമ്പിളാണ് B2, അതായത് ബോറോണ്ട് അല്ലേ. ഈ B2H6ൻ്റെ കേസിൽ ഇറ്റ് ഡു നോട്ട് ഹാവ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ടു ഫോം നോർമൽ കോവാലന്റ് ബോണ്ട്. B2H6ൻ്റെ കേസിൽ ഇറ്റ് ഡു നോട്ട് ഹാവ് sufficient number of electron to form normal covalent bond. So it is called electron deficient hydride. അതാണ് ഞാൻ പറഞ്ഞത്, these hydride have too few electron for writing its conventional Lewis structure. In electron precious hydride എന്ന് പറഞ്ഞാൽ these compound have the required number of electron to write their conventional Lewis structure. അതായത് ഈ പോയിന്റ് ഇവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഹൈഡ്രൈഡ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, ദേ ആക്ട് ആസ് ലൂയിസ് ആസിഡ്. എന്നാൽ ഹൈഡ്രൈഡ്സ് ഓഫ് ഗ്രൂപ്പ് 14 ഹൈഡ്രൈഡ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CH4, SiH4 ഇതൊക്കെ എന്താണ്, ഇറ്റ് കണ്ടെയ്ൻ എക്സാക്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ടു ഫോം നോർമൽ കോവാലന്റ് ബോണ്ട്. അവരുടെ കയ്യിൽ ഇപ്പോൾ CH4 എക്സാമ്പിളായിട്ട് ഗ്രൂപ്പ് 14 എലമെൻ്റ് ഹൈഡ്രൈഡ് എന്നുള്ളതിന് all elements of group 14 എന്ന് പറഞ്ഞതിന് എക്സാമ്പിളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൈഡ്രൈഡ്സ് ഓഫ് ഗ്രൂപ്പ് 14 എക്സാമ്പിളാണ് CH4. CH4ൻ്റെ കേസിൽ എന്താ ഉണ്ട്, എക്സാക്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ടു ഫോം നോർമൽ കോവാലന്റ് ബോണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രൈഡ്സ് ഓഫ് ഗ്രൂപ്പ് 15, 16 and 17 have more electron than required to form normal covalent bond. അല്ലെങ്കിൽ these compound have excess electron which are present as lone pair. ഈ കോമ്പൗണ്ടിൻ്റെ കേസിൽ എക്സസ് ഇലക്ട്രോൺ ഉണ്ടാവും. അത് എന്തായിട്ട് പ്രസൻ്റ് ആവും, ലോൺ പെയർ ആയിട്ട് പ്രസൻ്റ് ആവും. എക്സസ് ഇലക്ട്രോൺ എന്തായിട്ട് പ്രസൻ്റ് ആവുന്നു, ലോൺ പെയർ ആയിട്ട് പ്രസൻ്റ് ആയിട്ടുണ്ടാവും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ് എന്ന് പറയുന്നത്. ലോൺ പെയർ ആയിട്ട് പ്രസൻ്റ് ആവുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്. ലോൺ പെയർ എന്താ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയാണ് 3 ടൈപ്പ് കോവാലന്റ് ഹൈഡ്രൈഡ്. കോവാലന്റ് ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ ജനറലി മനസ്സിലാക്കി വെക്കുക പി ബ്ലോക്ക് എലമെൻറ്റ്സ്. പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഗ്രൂപ്പ് 13 മുതൽ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ. ഗ്രൂപ്പ് 13 to 18 ആണ്, അതിൽ 17 വരെ ഉള്ളൂ എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഗ്രൂപ്പ് 13 to 17 തന്നെ ഓരോ ഗ്രൂപ്പ് നോക്കിയിട്ട് 3 ടൈപ്പിലുണ്ട്. ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്, ഇലക്ട്രോൺ പ്രെസൈസ്, ഇലക്ട്രോൺ റിച്ച്. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 13ൻ്റെ കേസിൽ they do not have sufficient number of electron to form normal covalent bond. ഇലക്ട്രോൺ പ്രെസൈസ് ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 14 എലമെൻസിൻ്റെ കേസിൽ എക്സാക്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട് എന്തിനുള്ള
ടു ഫോം കോവാലൻ്റ് ബോണ്ട്. എന്നാൽ ഗ്രൂപ്പ് 15-ൻ്റെയും 16-ൻ്റെയും 17-ൻ്റെയും കേസിൽ ദേ ഹാവ് മോർ ഇലക്ട്രോൺ ദാൻ റിക്വേർഡ് ഫോർ നോർമൽ കോവാലൻ്റ്. അതുകൊണ്ടാണ് അവരെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇലക്ട്രോൺ റിച്ച് ആണ്. ഇലക്ട്രോൺ റിച്ച് ആണ്. പേരോർത്താൽ മതി. ഇവിടെ ഡെഫിഷ്യൻ്റ് ആണ്, ഇവിടെ പ്രെഷീസ് ആണ്, ഇവിടെ എന്താണ്? റിച്ച് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ കോവാലൻ്റ് കഴിഞ്ഞു. ഇനി മൂന്നാമത്താണ് മെറ്റാലിക് ഓർ ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രൈഡ്. ദീസ് ആർ എ ബൈനറി കോമ്പൗണ്ട് ഓഫ് hydrogen with d block elements of group 3, 4, 5 and 6 and f block element. Interstitial hydride എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനറലി മനസ്സിലാക്കി വെക്കുക, d block elementsഉം f block elementsഉം they are the binary compound of hydrogen with d block and f block element. d block and f block element. The metals of group 6 except Cr, 7, 8 and 9 do not form hydride. Metals of group 7, 8 and 9 do not form hydride at all. The region of the periodic table from group 7 to 9 is called hydride gap. അതുകൊണ്ട് തന്നെ due to this, the region of the periodic table from group 6 and 9 is called hydride gap. ഓക്കെ, നിങ്ങളിവിടെ മെയിനായിട്ട് ഓർക്കേണ്ടത് എന്താണ്? മെറ്റാലിക് ഹൈഡ്രൈഡ് എന്ന് ഓർത്താൽ മതി. മെറ്റാലിക് ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ ബൈനറി കോമ്പൗണ്ട് ഓഫ് ഡൈഹൈഡ്രജൻ വിത്ത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്. ഡി ആൻഡ് എഫ്. ഇപ്പം 3 ടൈപ്പ് ഹൈഡ്രൈഡ് ആണ്. ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ ബൈനറി കോമ്പൗണ്ട് ഓഫ് ഹൈഡ്രജൻ വിത്ത് അതർ എലമെൻറ്റ്. 3 ടൈപ്പ് പറഞ്ഞു: സലൈൻ, കോവാലൻ, ഇൻഡസ്ട്രീഷ്യൽ. സലൈൻ എന്ന് പറഞ്ഞാൽ ഡൈഹൈഡ്രജൻ വിത്ത് എസ് ബ്ലോക്ക് എലമെൻറ്റ്. കോവാലൻ പറഞ്ഞാൽ ഡൈഹൈഡ്രജൻ വിത്ത് പി ബ്ലോക്ക് എലമെൻറ്റ്. ഇൻഡസ്ട്രീഷ്യൽ എന്ന് പറഞ്ഞാൽ ഡൈഹൈഡ്രജൻ വിത്ത് ഡി ആൻഡ് എഫ്. ഇൻ മെറ്റാലിക് ഹൈഡ്രൈഡ് ദ ഹൈഡ്രജൻ occupy interstitial position in the metal lattice. ഹൈഡ്രജൻ occupy ചെയ്യുന്നത് എവിടെയാണ്? ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിലാണ്. Most metallic hydrides are good conductors of electricity. Conductivity decreases with increase in temperature. Conductivity temperature കൂടുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. എക്സാമ്പിൾസ് ആണ്. ഈ എക്സാമ്പിൾ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട. നിങ്ങൾക്ക് ഹൈഡ്രജന് കൂടെ ഒപ്പുള്ള എലമെൻ്റ് ഏതാ നോക്കുക. അത് ഏത് ബ്ലോക്ക് എലമെൻ്റാണ് നോക്കിയാൽ മതി. ഡി ആൻഡ് എഫ് ആണെന്നുണ്ടെങ്കിൽ അത് ഏത് എലമെൻ്റാണ്? ഇൻഡസ്ട്രീഷ്യൽ ഹൈഡ്രൈഡ് ആണ്. ഓക്കെ, ഇത്രയാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രജനും കോമ്പൗണ്ട്സ് ഓഫ് ഹൈഡ്രജനും ആണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നന്നായി പഠിക്കാം. താങ്ക് യു.